ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ബോട്ടിലൊരു വിൻറ്റേജ് ഡയറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നോർമലി നമ്മൾ ഡയറി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചതുര ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ചതുരത്തിലുള്ള ബോട്ടിൽസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ടൈപ്പ് ബോട്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മോഡലിലുള്ള ബോട്ടിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ കറക്റ്റ് ചതുരത്തിലുള്ള ബോട്ടിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ എടുത്തത്. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആണെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ബോട്ടിൽ നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ചതുരത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വളച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബോട്ടിലിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസാണ്. അതിന് നമുക്ക് ഇതുപോലെ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ബോട്ടിലിൻ്റെ സൈഡ് ഭാഗം കറക്റ്റ് അങ്ങോട്ട് ചതുരത്തിലല്ല ഇരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരുന്ന ആ ബോട്ടിലിൻ്റെ സൈഡ് ഭാഗത്തെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ എടുത്ത ആ കാർഡ്ബോർഡ് പീസ് കൈ കൊണ്ടൊക്കെ ഒന്ന് വളച്ചൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ പീസ് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ 2 പീസും ഒരേ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൂടി നമുക്കിനി ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ബോട്ടിലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് ഞാൻ ഈ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ബോട്ടിലിൻ്റെ ചതുരത്തിലുള്ള ഭാഗം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് ആ ഒരു ഡയറിയുടെ ലുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ടി കുറഞ്ഞ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കട്ടിയൊന്നും ഇല്ലാത്ത ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ പീസിൻ്റെ 4 സൈഡും ഇതുപോലെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കീറി മാറ്റുന്നുണ്ട് കേട്ടോ. കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റരുത്, കൈ കൊണ്ട് തന്നെ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ 2 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്ക് ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ആ 2 പീസും നമ്മുടെ ഡയറിയുടെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലുമായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെറിയൊരു ബൗളിൽ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സിമെൻറ്റ് എടുക്കാനില്ലെങ്കിൽ വാൾപുട്ടി ആണെങ്കിലും എടുത്താൽ മതി. അതുമില്ലെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ ഇല്ലേ, അത് ഇതേ രീതിയിൽ തന്നെ ഫെവിക്കോളും വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ആ പേസ്റ്റ് ഇതുപോലെ ബോട്ടിലിൽ ഒരു സൈഡിലും ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മളത് സോഫ്റ്റാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ കൈ കൊണ്ട് ഇതുപോലെ വെള്ളം തൊട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ചെറിയ ഇറുക്കിലിയോ പിന്നോ വെള്ളം വെച്ചിട്ട് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചെറിയ ചെറിയ ലൈൻ പോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഡയറിക്കുള്ളിലെ പേജുകൾ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ എന്തെങ്കിലും സാധനം വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ഒരു ബുക്കിൻ്റെ പേജിൻ്റെ ആ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ അത് ഫുള്ള് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇതുപോലെ വീതി കുറച്ചിട്ട് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസൊക്കെ ഞാൻ ആ ബോട്ടിൻ്റെ സൈഡിൽ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു ഡിസൈനൊക്കെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ്ബോർഡിൻ്റെ പീസിന് പകരം ഇച്ചിരി കട്ടിയുള്ള ചെറിയ ചരടൊക്കെ ഉണ്ടാവില്ലേ, അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു 4 പീസ് ഞാൻ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയ പീസും കൂടെ വീതി കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് പോലെ എനിക്ക് തോന്നി, അപ്പോൾ അതൊന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒട്ടിച്ച് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ച് കൊടുത്ത ആ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ട് ഞാനിതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ഡിസൈൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു കമ്മലിൻ്റെ ഒരു പീസ് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ മുത്തും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡയറിയുടെ സൈഡിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറിയുടെ ആ ഫ്രണ്ട് പേജില്ലേ അതൊന്ന് അടിപൊളിയാക്കി എടുക്കണം. ഇപ്പം ഡയറിയുടെ ഫ്രണ്ടിൽ ഞാൻ ഏറ്റവും സെൻറ്റർ ഭാഗത്തായിട്ട് എൻ്റെ കയ്യിൽ പഴയൊരു മാലയുടെ ലോക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മാലയുടെ ലോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അതുമല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങളുടേതായ ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ വീതി കുറച്ച് പരത്തി എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഡിസൈൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതേ രീതിയിൽ ക്ലേ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗമില്ലേ അവിടെ ഫുള്ളായിട്ട് ഞാൻ മണ്ണ് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഞാൻ അധികം തിക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നില്ല, ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. അത് ഞാൻ ബോട്ടിലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഇതുപോലെ മണ്ണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ, ബാക്കിൽ ഞാൻ മണ്ണ് ഒട്ടിച്ചു കൊടുക്കുന്നില്ല. അതേ രീതിയിൽ പ്ലെയിനായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മണ്ണൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാനിതുപോലെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ചരട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചരട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറിയൊരു ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ നീളം കുറച്ചിട്ട് ഒരു ചരട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു ബട്ടൺസ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കൊളുത്തി വയ്ക്കുന്ന രീതിയിൽ ആ ചരടിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മടക്കി ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡയറിയുടെ ഫ്രണ്ടിലായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്ലേ വെച്ചിട്ട് ഡയറിന്ന് ചെറുതായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലോക്കറ്റ് ഒട്ടിച്ചതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ 2022 എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ആൻറ്റിക് ലുക്കിൽ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ട് കൂടുതലും ഞാൻ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തത്. പിന്നെ ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് ബ്ലാക്ക് കൊടുക്കാതെ അതിൻ്റെ കൂടെ കുറച്ച് റെഡ് കളറും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് കൊടുക്കുന്നതിലും ഒരു വേറൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളറും കൂടെ അവിടെ ഇവിടെയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡിലും ബാക്കിലും ഒക്കെ ഞാൻ ഫുള്ള് ബ്ലാക്ക് തന്നെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ടൊന്ന് റെഡ് കളറൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കാത്ത ആ സൈഡിലെ ആ ഭാഗത്ത് ഫുള്ളും ഞാൻ ഇതുപോലെ ലൈറ്റ് ക്രീം കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ലൈറ്റ് സ്കിൻ കളറില്ലേ ആ കളറാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ പെയിൻറ്റ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുകളിൽ കൂടെ ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാച്ചുറൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ഒരുപാട് ബ്ലാക്ക് കളർ കൊടുക്കരുത്, ഇതുപോലെ ലൈറ്റായിട്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുപ്പീനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ ഗോൾഡൻ കൊടുക്കുമ്പോൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഗോൾഡൻ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം മെറ്റാലിക് കോപ്പറോ അല്ലെങ്കിൽ സിൽവറോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ലാസ്റ്റ് നമ്മൾ ഗോൾഡൻ കളർ വെച്ചിട്ട് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുത്തപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ലുക്കേ മൊത്തത്തിൽ മാറി, കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് കാണാനായിട്ട് ഇതിലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവരും മറക്കാതെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.